നമസ്തേ. പ്രണവ് സംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ മന്ത്രങ്ങളിലൂടെ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളതും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളതും ആയിട്ടുള്ള ഒരു വിശേഷ മന്ത്രത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ ഓരോ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. വേണ്ട എന്ന് വെക്കുന്ന സാഹചര്യങ്ങൾ പോലും പല വ്യക്തികൾക്കും അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഇന്ന് ഈ ഒരു സമൂഹത്തിൽ നടന്നു വരുന്നത് നമ്മളെല്ലാവരും തന്നെ കാണുന്നതാണ്. അപ്പം അതിലൂടെയൊക്കെ നമുക്ക് എല്ലാ തരത്തിലും മാറ്റം വരുത്തി അല്ലെങ്കിൽ വിശ്വാസപൂർവം പ്രാർത്ഥനാപൂർവം മന്ത്രജപത്തിലൂടെ മുന്നിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ നമ്മളിൽ നിന്നും അകന്നു നിൽക്കുന്നത് അവരെ നമുക്ക് മന്ത്രങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഈശ്വരവിശ്വാസത്തിലൂടെ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അതിനായി ഉപയോഗിക്കുന്ന വിശേഷ മന്ത്രമാണ് ക്ലീം നമഃശിവായ എന്ന മന്ത്രമാണ്. ഈ ക്ലീം നമഃശിവായ എന്ന മന്ത്രം ശിവപഞ്ചാക്ഷരി മന്ത്രവും കാമബീജമന്ത്രവും കൂടി ചേർത്ത് നമ്മൾ ജപിക്കുന്ന മന്ത്രമാണ് ക്ലീം നമഃശിവായ. ഈ മന്ത്രം ജപിക്കുമ്പോൾ ജപിക്കുന്ന വ്യക്തിക്കും അതുപോലെ ആർക്ക് വേണ്ടിയിട്ടാണോ ജപിക്കുന്നത് അവരിലേക്കുമുള്ള ഒരു ആകർഷണീയത്വം ഈ ഒരു മന്ത്രജപത്തിലൂടെ വന്നു ചേരുക. അതോടൊപ്പം ആഗ്രഹ സാഫല്യം ഉണ്ടാവുക. എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോസിറ്റീവ് എനർജി, ജപിക്കുന്ന ആൾക്കാർക്ക് പോസിറ്റീവ് എനർജി, ഇതെല്ലാം സംഭവിക്കുന്നതിലൂടെ മഹാദേവനെയാണ് നമ്മൾ ഈ ഒരു മന്ത്രത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഭഗവാന്റെ ആ മന്ത്രം ജപിക്കുന്നതിലൂടെ, ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ മന്ത്രവും ജപിക്കും തോറും മന്ത്രജപത്തിലൂടെ ഭഗവാൻ പ്രീതിപ്പെടുകയും ആ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഒരു വരദാനം പോലെ മഹാദേവന്റെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ മന്ത്രം ഏതു തരത്തിൽ നമുക്ക് ജപിക്കാം, എങ്ങനെയെല്ലാം ജപിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു വിവരണം കൂടി പറയാം. നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശുദ്ധാനുശുദ്ധങ്ങൾ പാലിച്ച് രാവിലെയോ വൈകുന്നേരമോ സൗകര്യം പോലെ നമുക്ക് ജപിക്കാവുന്നതാണ്. അതോടൊപ്പം കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് നമുക്ക് രാവിലെ കിഴക്കോട്ട് നോക്കിയും വൈകുന്നേരം പടിഞ്ഞോട്ട് നോക്കിയിരുന്നും നമുക്ക് ജപിക്കാവുന്നതാണ്. ജപിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭസ്മം നമ്മൾ എടുത്തു വെച്ചിട്ട് ആ ഭസ്മം നമ്മുടെ നെറ്റിയിലും ഖണ്ഡത്തിലും തൊട്ട് ഹൃദയത്തിലും തൊട്ട് നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 11 പ്രാവശ്യമെങ്കിലും നമുക്ക് ജപിച്ചു കഴിഞ്ഞാൽ ഏറെ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ 21, 41, 108 സംഖ്യകൾ നമുക്ക് ജപിക്കാം. ജപത്തിന്റെ സംഖ്യ കൂടുന്തോറും നമുക്ക് ആഗ്രഹ സാഫല്യങ്ങളും കൂടുന്നതായിരിക്കും. ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ കാര്യങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ ഈ ഒരു മന്ത്രം ഉപയോഗിക്കാൻ പറഞ്ഞത്. അതല്ല എന്നുണ്ടെങ്കിൽ മന്ത്രങ്ങൾക്ക് ഫലശുദ്ധി കൂടുന്നത് പോലെ, അല്ലെങ്കിൽ മന്ത്രങ്ങൾക്ക് കുറച്ചുകൂടി സാന്നിധ്യമോ അല്ലെങ്കിൽ അതിന് ശക്തിയോ കൂടുന്നത് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് സത്യസന്ധമോ നീതിയോ അല്ലെങ്കിൽ ധർമ്മത്തിന് അനുസൃതമാകുന്ന കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ആയിരിക്കണം ഇത് ഉപയോഗിക്കുവാനായിട്ട്. അതല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കുമെന്നും ഇത് അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു മന്ത്രമാണെന്നും കൂടി അറിയുക. ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ശുദ്ധാനുശുദ്ധങ്ങൾ പാലിച്ച് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശുദ്ധിയോടുകൂടി ചെയ്ത് നമ്മൾ ഈ മന്ത്രം ജപിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതാകുന്ന ഫലപ്രാപ്തി അല്ലെങ്കിൽ ഫലയില്ലായ്മ നമുക്കുണ്ടാകുമെന്നും ദോഷവശങ്ങളും നമുക്ക് ബാധിക്കും എന്നും പറയുന്നുണ്ട്. ആയതിനാൽ ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അനുഷ്ഠാനങ്ങളെല്ലാം അറിഞ്ഞ്
ഇതിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ഇഷ്ടകാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്നതാണ്, ഓരോ പ്രായത്തിലുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ആയിക്കോട്ടെ സ്നേഹബന്ധങ്ങളോ പ്രണയബന്ധങ്ങളോ ഒക്കെ നയിച്ചതിന് ശേഷം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിണക്കം ഉണ്ടാകുകയും അതിലൂടെ ആ ഒരു പിണക്കം ബാധിക്കുന്ന വ്യക്തി, അതാണായാലും ശരി പെണ്ണായാലും ശരി, സമൂഹത്തില് ജീവൻ ഇല്ലാതാകുന്ന ഒരു പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഹിന്ദുമത ആചാരപ്രകാരം നമ്മളിലൂടെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു ഹൈന്ദവ ആചാരങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മന്ത്രങ്ങളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. അത് ആർക്ക് വേണമെങ്കിലും സത്യസന്ധമായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ നാളെ വരും കാലങ്ങളിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ന് ഒരുമിച്ച് ജീവിക്കുന്നവർക്കിടയിലേക്ക് അല്ലെങ്കിൽ ദാമ്പത്തിക ജീവിതം നയിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് ഒരു അകൽച്ച വന്നതോ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഈ മന്ത്രം നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. കുടുംബജീവിത സാഫല്യത്തിനും അതുപോലെ ആഗ്രഹ നിവർത്തിക്കും ഇഷ്ടകാര്യസിദ്ധിക്കും വേണ്ടിയിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ, ആരെ ആഗ്രഹിച്ചിട്ടാണോ, ഏത് കാര്യത്തെ ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത്, ആ ജപിക്കുന്ന ആളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ആളിന്റെ സ്വരൂപം അല്ലെങ്കിൽ ആ രൂപം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മഹാദേവന്റെ മുന്നിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള സങ്കല്പം നമ്മൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ മന്ത്രജപം കണ്ണടച്ച് ഈ മന്ത്രം നമുക്ക് 108 സംഖ്യ അല്ലെങ്കിൽ 41 സംഖ്യ അല്ലെങ്കിൽ 21, 11 എന്നീ സംഖ്യകൾ ജപിച്ച് പൂർത്തീകരിക്കാവുന്നതാണ്. മന്ത്രജപത്തിന് ശേഷവും നമ്മൾ ആ ഭസ്മം, നമ്മളുടെ മുന്നിലിരിക്കുന്ന ഭസ്മം നമ്മളൊന്ന് തൊട്ട് നമ്മുടെ ശിരസിലും നമ്മളുടെ നെറ്റിയിലും ഖണ്ഡത്തിലും ഹൃദയത്തിലും ഒന്ന് തൊടുന്നത് ഏറെ നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ ഈ മന്ത്രം ഉപയോഗിച്ചിട്ടും നമുക്ക് കാര്യങ്ങൾ സാധിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നാൽ നമ്മൾ ഇതിന് കുറച്ചുകൂടി അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഈ മന്ത്രങ്ങളെ മുന്നിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിൻ്റെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ നമ്പറിലൂടെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം എങ്ങനെ നമുക്ക് കുറെ കൂടെ അനുഷ്ഠാനത്തിലൂടെ പ്രയോഗിക്കാം അല്ലെങ്കിൽ ജപിക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.